വല്ലാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുകയാണ് തെലങ്കാന സർക്കാരും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സർവീസിൽ നിന്നും പെൻഷൻ പറ്റിയ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ പണം ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തങ്ങളുടെ ശമ്പളത്തിന്റെ പകുതി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം വെട്ടിക്കുറച്ചതിന് പിന്നാലെയാണ് തെലങ്കാനയിലും സമാനമായ ഈ നീക്കം ഉണ്ടായത്. നിലവിൽ സർവീസിലുള്ള ജീവനക്കാർക്ക് ഏകദേശം 6200 കോടി രൂപയും വിരമിച്ചവർക്ക് 8000 കോടി രൂപയുമാണ് സർക്കാർ നൽകാൻ. തങ്ങൾക്ക് ന്യായമായി കിട്ടേണ്ട പൈസക്കായി ഓഫീസുകൾ തോറും കയറി ഇറങ്ങേണ്ട അവസ്ഥ വിരമിച്ച ഈ ജീവനക്കാർക്കുണ്ടാകാൻ പാടില്ലെന്നും മന്ത്രിസഭാ യോഗം വിലയിരുത്തി. തീർച്ചയായും അതൊരു നല്ല തീരുമാനം തന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ ജോലി ചെയ്തവർക്ക് വാർദ്ധക്യത്തിൽ തുണയായി മാറുന്നത് ഈ പെൻഷൻ തന്നെയാണ്. അതിസമ്പന്നരായ സർക്കാർ ജോലിക്കാരും കുറെ പേരുണ്ടാകാം. എന്നാലും ഭൂരിപക്ഷം പേർക്കും ഈ പെൻഷൻ എന്നത് ജീവിക്കാനുള്ള ഒരു മാർഗമാണ്. ഈ റിപ്പോർട്ട് വരുമ്പോൾ, അതായത് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണെന്ന് അറിയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അഭ്യൂഹം കൂടെ നോക്കേണ്ടതുണ്ട്. ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് സർക്കാർ പിന്തുണ നൽകുന്ന ഒരു ചാനൽ പൂട്ടാറായി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. പുതിയതായി ആരംഭിച്ച ബിഗ് ടിവി മലയാളം ചാനൽ അടച്ചുപൂട്ടുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചില കുപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും മറുപടിയുമായി ചാനൽ മേധാവി അനിൽ ഐരൂർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. എല്ലാ ആരോപണങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ മറുപടികൾ നൽകുകയും ചെയ്തു. ചാനലിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ഉടനെ പൂട്ടിപ്പോകുമെന്നുമുള്ള പ്രചാരണം ശക്തമായ സാഹചര്യത്തിലാണ് ഈ വിശദീകരണവുമായി അനിൽ ഐരൂർ മുന്നോട്ട് വന്നത്. പുറത്ത് നടക്കുന്ന ഇത്തരം ദുഷ്പ്രചാരണങ്ങൾ ജീവനക്കാരുടെ ആത്മവീര്യം കെടുത്തുമോ എന്ന ആശങ്കയും ഉള്ളതുകൊണ്ടാകാം ചാനൽ മേധാവി തന്നെ വിശദീകരണവുമായി വന്നത്. ബിഗ് ടിവി നിയമപരമായ ലൈസൻസുകൾ എല്ലാമുള്ള ഒരു വാർത്താ ചാനലാണെന്നും തങ്ങൾ മറ്റൊരിടത്തേക്കും പോകുന്നില്ലെന്നും അനിൽ ഐരൂർ ഉറപ്പിച്ചു പറഞ്ഞു. ബിഗ് ടിവിയിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നുള്ള ആക്ഷേപങ്ങളിലും അനിൽ ഐരൂർ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ബിഗ് ടിവിക്ക് പിന്നിൽ രാഷ്ട്രീയ ശക്തികൾ ആരുമില്ല. ചാനൽ തന്റെയും ബിസിനസ് പങ്കാളിയുടെയും മൂലധനത്തിലാണ് കെട്ടിപ്പടുത്തത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആശയത്തോടും ചാനലിന് ചായ്വില്ല എന്നും അനിൽ പറഞ്ഞിരുന്നു. ബിഗ് ടിവിയുടെ തെലുങ്ക് മാനേജ്മെന്റ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ അടുത്ത ആളിന്റെയാണെന്ന് നേരത്തെയും പ്രചാരണം നടന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചാനലിൽ രാഷ്ട്രീയ സ്വാധീനമോ ചാനലിന് രാഷ്ട്രീയ താല്പര്യങ്ങളോ ഇല്ലെന്ന് വ്യക്തമാക്കാൻ അനിൽ ഐരൂർ മുന്നോട്ട് വന്നത്. വിമർശനങ്ങൾ ചാനലിന്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ടെന്നും അതിനാൽ ഈ വിമർശകരെയും തങ്ങളുടെ പ്രൊമോട്ടർമാരായി തന്നെ കാണുന്നുവെന്നും അനിൽ ഐരൂർ പറഞ്ഞിരുന്നു. ബിഗ് ടിവി എന്നത് 300-ലധികം വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഉപജീവന മാർഗമാണെന്നും ആ ഉത്തരവാദിത്തം തങ്ങൾ അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്നും അനിൽ പറയുന്നു. ഒരിക്കലും ഒരാളും ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങൾ നടത്തരുത്. നൂറുകണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് ഓരോ സ്ഥാപനവും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നു എന്നതുകൊണ്ട് ആ ചാനൽ ഇല്ലാതായി പോകണം എന്ന് കരുതുന്നത് തെറ്റാണ്. ബാല്യകാലം അല്ലെങ്കിൽ ശൈശവകാലം പോലും പിന്നിടാത്ത ഒരു ചാനലിനെ വിലയിരുത്താൻ ഇനിയും സമയമായിട്ടില്ല. നിലപാടുകൾ തെറ്റാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്തുകൾ വരുത്തി മുന്നോട്ട് പോകാൻ അവർക്ക് സമയം വേണം. എന്നാൽ ഈ ചാനൽ തുടങ്ങുമ്പോൾ അവർ ഒരു വലിയ അബദ്ധം കാണിച്ചതായി തോന്നിയിട്ടുണ്ട്. ഒരു ചാനൽ ജനങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാകുകയാണ്. 2016 സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് എന്ന പേരിൽ മസാല ചിത്രങ്ങളുമായി ആരംഭിച്ച പേജ് 2014 കഥാർസിസ് എന്ന പേര് മാറ്റിയിരുന്നു. പിന്നീട് 1 വർഷവും 7 മാസവും കഴിഞ്ഞപ്പോൾ അത് ബിഗ് ടിവി 24x7 എന്ന പേരിലേക്ക് മാറ്റും. എന്നാൽ പഴയ ടീംസ് ഇട്ടിരുന്ന കുറച്ച് മസാല ചിത്രങ്ങൾ മാറ്റുവാൻ ഇവർ മറന്നുപോയി. അപ്പോൾ മുതൽ ഇല്ലാത്തത് എന്തൊക്കെയോ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു ചാനലാണെന്ന് ജനത്തിന് തോന്നിയെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനുമാകില്ല. പുതിയ ഒരു ചാനൽ തുടങ്ങി അതിനായി ഒരു പുതിയ പേജ് തുടങ്ങി പതിയെ ഫോളോവേഴ്സ് വന്ന് തുടങ്ങുമ്പോൾ ആ ചാനൽ ശ്രദ്ധിക്കപ്പെടും. തുടക്കത്തിലെ 1.5 മില്യൺ ആരാധകരുള്ള ചാനലിനെ തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഒക്കെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത് പോലെ മലയാളികൾ ഒരിക്കലും ഏറ്റെടുക്കില്ല. അവിടെ നിന്ന് ആദ്യത്തെ വിമർശനം ആരംഭിക്കും. 15 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിൽ 100 ലൈക്ക് പോലും കിട്ടുന്നില്ല എങ്കിൽ അത് സോഷ്യൽ മീഡിയയിലെ വലിയൊരു ഡിജിറ്റൽ തട്ടിപ്പിന്റെ ലക്ഷണമാണ്. ഈ ഇല്ലാത്ത ആരാധകരെ ഉണ്ടാക്കിയതാണ് ചാനൽ തുടക്കത്തിൽ ചെയ്ത വലിയൊരു തെറ്റ്. എന്തായാലും ഈ പുതിയ ചാനൽ ഇനിയും മെച്ചപ്പെട്ട് മുന്നോട്ട് വരണം. മലയാളത്തിൽ ഒട്ടേറെ ന്യൂസ് ചാനലുകൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഇപ്പോഴും ഒരു നല്ല ചാനലിനെ, കൃത്യമായി വാർത്തകൾ അവതരിപ്പിക്കുന്ന ഒരു ചാനലിനെ ഏറ്റെടുക്കാൻ മലയാളികൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ബാലാരിഷ്ടതകൾ എല്ലാം തരണം ചെയ്ത് ബിഗ് ടിവിയും മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.